ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ബൈബിളിൽ നിന്നും ചില പൊതു ചോദ്യങ്ങളാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ റിഞ്ചു സാബു, ബാംഗ്ലൂർ. ആദ്യത്തെ ചോദ്യം, അബീമേലെക്കിൻ്റെ സ്നേഹിതൻ ആരാണ്? ഉത്തരം അഹൂസത്ത്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 26 വാക്യം. അടുത്ത ചോദ്യം, അഹരോന് കൊടുത്ത വിശുദ്ധ വസ്ത്രം എന്തിനു വേണ്ടി ആയിരുന്നു? ഉത്തരം മഹത്വത്തിനും അലങ്കാരത്തിനും. പുറപ്പാട് പുസ്തകം 28 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, ആരെയാണ് ഹൃദയത്തിൽ ദ്വേഷിക്കരുതാത്തത്? ഉത്തരം സഹോദരനെ. ലേവ്യ പുസ്തകം 19 അധ്യായം 17 വാക്യം. അടുത്ത ചോദ്യം, എൻ്റെ അരിഷ്ടത ഞാൻ കാണരുതേ, ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം മോശയുടെ. സംഖ്യാപുസ്തകം 11 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേലിന് നൽകപ്പെട്ട ഒരു പട്ടം ഏതാണ്? ഉത്തരം വചനം. ആവർത്തന പുസ്തകം 6 അധ്യായം 4, 8 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, അതികാലത്ത് എഴുന്നേറ്റ് ജനത്തെ പരിശോധിച്ചത് ആരാണ്? ഉത്തരം യോശുവ. യോശുവയുടെ പുസ്തകം 8 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, യിഫ്താഹിന് എത്ര മക്കളായിരുന്നു ഉണ്ടായിരുന്നത്? ഉത്തരം ഏകപുത്രി. ന്യായാധിപന്മാരുടെ പുസ്തകം 11 അധ്യായം 34 വാക്യം. അടുത്ത ചോദ്യം, ആരുടെ മകനാണ് ഇശായി? ഉത്തരം ഓബേദിൻ്റെ. രൂത്തിന്റെ പുസ്തകം 4 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, ദാവീദിനെ അഭിഷേകം ചെയ്തത് ആരാണ്? ഉത്തരം ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേൽ 16 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, ഏത് ഗോത്രക്കാരനാണ് ഹീരാം? ഉത്തരം നഫ്താലി ഗോത്രക്കാരൻ. 1 രാജാക്കന്മാർ 7 അധ്യായം 13, 14 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യേഹൂ ദർശകൻ ആരുടെ മകൻ ആണ്? ഉത്തരം ഹനാനിയുടെ. 2 ദിനവൃത്താന്തം 19 അധ്യായം 1, 2 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആരാണ്? ഉത്തരം നെഹമ്യാവ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, എന്നെ തകർക്കുവാൻ ദൈവം പ്രസാദിച്ചെങ്കിൽ ഇത്
ആരുടെ വാക്കുകളാണ്? ഉത്തരം ഇയ്യോബിന്റെ പുസ്തകം 6-ാം അധ്യായം 1-9 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സ്വന്തം ദുഃഖത്തെ അറിയുന്നത് എന്താണ്? ഉത്തരം ഹൃദയം. സദൃശവാക്യം 14-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസം പ്രതി ഒരപ്പം കൊടുപ്പാൻ കൽപ്പിച്ചത് ആർക്കാണ്? ഉത്തരം ഇരമ്യാവിന്. ഇരമ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.